എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ രാത്രി ഡിന്നറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കോട്ടൺ റൊട്ടിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഈ ഒരു സോഫ്റ്റ് റൊട്ടി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അരിപ്പൊടി വറക്കാത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി അരമുറി തേങ്ങ ഇതേപോലെ ക്യൂബ് സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ തൊലിഭാഗമെല്ലാം ചെത്തിക്കളഞ്ഞിട്ട് നമ്മൾ തേങ്ങ മാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഈ പരുവത്തിൽ വേണം നമുക്കിത് അരച്ചെടുക്കേണ്ടത്. ഇനി ഒരു പാൻ ചൂടാക്കാം. അരിപ്പൊടി എടുത്ത അതേ അളവിൽ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ നെയ്യും അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ റൊട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വച്ചിരിക്കുന്നതായ ആ ബാറ്റർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതായത് നമ്മൾ തേങ്ങ അരച്ചില്ലേ, തേങ്ങയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായി വെട്ടിത്തിളച്ച് ഈ രീതി ആകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്നതായ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നമുക്ക് നല്ല രീതിയിൽ ഇത് വാട്ടി കുഴച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എടുക്കേണ്ടതാണ്. ഒട്ടും കട്ട പിടിക്കാതെ തന്നെ നമ്മൾ നല്ല രീതിക്ക് ഇത് ചെയ്തെടുക്കേണ്ടതാണ്. ഇതുപോലെ ഒന്ന് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1 മിനിറ്റ് സമയം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇതിൻ്റെ ആ ചൂട് പോകുന്നതിന് മുന്നേ തന്നെ നമുക്കിതെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ കൈ വെച്ച് നന്നായിട്ട് നമുക്കിതൊന്ന് കുഴച്ച് കൊടുക്കേണ്ടതാണ്. ഈ ചെറു ചൂടിൽ തന്നെ കുഴക്കണം, ചൂട് മാറിയിട്ടല്ല. ഇതുപോലെ നല്ല രീതിക്ക് കുഴച്ച് സോഫ്റ്റാക്കി എടുത്തിട്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന പോലത്തുള്ള രീതിയിൽ ഓരോ ഉരുളയായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇതേപോലെ നമുക്ക് പരത്തി കൊടുക്കാം. ഒത്തിരി അങ്ങ് കനം കുറച്ച് പരത്തേണ്ട ആവശ്യമില്ല. പത്തിരിക്കൊക്കെ പരത്തുന്ന പോലെയല്ല, ഇത് കുറച്ച് കട്ടിയായിട്ട് തന്നെ പരത്തിയെടുക്കേണ്ടതാണ്. നമ്മുടെ ഈ റൊട്ടിക്ക് നല്ലൊരു ഷേപ്പ് കിട്ടുന്നതിനായിട്ട് ഇതുപോലെ ഒരു അടപ്പ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു സൈസിലാണ് ഞാനിന്ന് കോട്ടൺ റൊട്ടി ഉണ്ടാക്കുന്നത്. അതേപോലെ ബാക്കിയുള്ള മാവും ഇതേപോലെ പരത്തി ഇതേപോലെ അടപ്പ് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാം. ചൂടായ പാനിലേക്ക് ഇതൊരെണ്ണം ഇട്ട് കൊടുക്കുകയാണ്. ഒരു ഭാഗം വെന്തതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് കുക്ക് ചെയ്തെടുക്കേണ്ടതാണ്. നമ്മൾ 1-2 പ്രാവശ്യം തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ആ ചട്ടുകം വെച്ചിട്ട് ഓരോ സൈഡും ഇങ്ങനെ അമർത്തി കൊടുക്കുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് പൊങ്ങി വരാറുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കോട്ടൺ റൊട്ടിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ റൊട്ടിയും ഞാനിങ്ങനെ ചുട്ടെടുക്കുകയാണ്. എന്നും ചപ്പാത്തി ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുക്കാതെ ഇതുപോലെ വല്ലപ്പോഴൊക്കെ നമ്മളിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് പിള്ളേർക്കും കഴിക്കാൻ ഇഷ്ടമായിരിക്കും. ചുട്ടെടുത്ത എല്ലാ റൊട്ടിയും ഇതുപോലെ ഒരു കാസറോളിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നോക്കിക്കേ, നല്ല സോഫ്റ്റായിട്ടിരിക്കുകയാണ്. നമുക്ക് രാവിലെ ഉണ്ടാക്കിയത് നമുക്ക് രാത്രിയും വേണമെങ്കിൽ എടുത്ത് കഴിക്കാം. അതേപോലെ സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. ഒരു കറിയും ഇല്ലാതെ തന്നെ നമുക്കിത് വെറുതെ കഴിക്കാനും നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ ഇതിനായിട്ടൊരു മുട്ടക്കറി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നാലെ ഇടുന്നതായിരിക്കും. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പുതിയൊരു റെസിപ്പിയുമായിട്ട് ഉടനെ വരുന്നവരെയും ഗോഡ് ബ്ലെസ് യു ഓൾ.